കടയിൽ വരാനുള്ള അവകാശം നിനക്കുണ്ട്. ഇവിടെ നിന്നുള്ള വരുമാനത്തിൽ ഒരു പങ്കും നിനക്ക് കിട്ടും. പക്ഷേ എൻ്റെ സ്റ്റാഫിനെ അപമാനിക്കാൻ മെനക്കെടരുത്, മനസ്സിലായോ? എനിക്ക് തോന്നിയ അഭിപ്രായമൊക്കെ ഞാൻ പറഞ്ഞു വരും. കട നടത്തുന്ന കാര്യത്തിൽ നിന്റെ എന്നല്ല ആരുടെ അഭിപ്രായം ഞാൻ പരിഗണിക്കില്ല. എനിക്കിവിടെ നല്ല കഴിവും പ്രാപ്തിയുള്ള ഒരു ടീമുണ്ട്. കാലത്തിനും ട്രെൻഡിനും ചേരുന്ന വസ്ത്രങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ള ജീവനക്കാരാണ് ഇവിടെയുള്ളവർ. പലരും ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചവരുവാ. ഈ ടെക്സ്റ്റൈൽസ് നന്നായി നടത്തിക്കൊണ്ടു പോകാൻ എനിക്ക് അവരുടെ സപ്പോർട്ട് ധാരാളം മതി. ഇപ്പോഴെന്താ വിശേഷിച്ച് ഇവിടെ? വല്ലതും പറയാനുണ്ടെങ്കിൽ പെട്ടെന്നാവണം. അല്പം കൂടി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ തിരക്കാവും. നിങ്ങളും നിങ്ങളുടെ പ്രാപ്തിയുള്ള ടീമും ചേർന്ന് ഗംഭീര കച്ചവടം നടത്തിയിട്ടല്ലേ കുത്തുവാളെടുക്കുന്ന നിലയിലായത്. കാശ് കൊണ്ടുവന്ന് തരാൻ വിസ്മയില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു അവസ്ഥ. കടയൊക്കെ അടച്ചുപൂട്ടി കുലുക്കി സർബത്ത് വിൽക്കേണ്ട ഗതി വന്നേനെ. ഇത് പറയാനാണോ നീ ഇപ്പൊ വന്നത്? പറയാനുള്ളത് പറയും. കട ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ഈ സ്ഥാപനം നടത്തിയാലേ കട അധോഗതിയിലേക്ക് പോവേ ഉള്ളൂ. അത് മനസ്സിലാക്കിയിട്ടാ എന്റെ ഭർത്താവ് ഇർഷാദിക്കയുടെ ഷെയർ വാങ്ങിക്കൊണ്ട് വന്നത്. പക്ഷെ അത്യാഗ്രഹം മാത്രമേ കൈമുതലായിട്ടുണ്ടായിരുന്നുള്ളൂ. അറിയാത്തതല്ലോ, കള്ളച്ചെക്ക് കൊടുത്ത് പറ്റിച്ചതിന് ഇർഷാദിന്റെ കയ്യിൽ നിന്ന് മേടിക്കുകയും ചെയ്തു. പൊന്നളിയനെ കൂടുതൽ നിർത്തി നാണം കെടുത്തിണ്ടെന്ന് കരുതിയ അന്ന് അവിടെ നിന്ന് ഞാൻ ഇറക്കി വിട്ടതും. കടയുടെ ഷെയർ ചോദിച്ചൊന്നും അല്ല ഞാനിപ്പോ വന്നത്. എനിക്കൊരു ജോലി വേണം ഇവിടെ. MA വരെ പഠിച്ച ഞാൻ ഇവിടെ ഉള്ളപ്പോ മറ്റൊരു മാനേജർ ഇവിടെ വേണ്ട. ഇയാളെ പറഞ്ഞു വിടണം. നാളെ മുതല് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോളാം. നീ വന്ന് നോക്കി നടത്താൻ ഇത് നിന്റെ ട്യൂഷൻ ക്ലാസ് അല്ല. ഭർത്താവിനെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. എനിക്ക് വീട്ടിലിരിക്കാൻ വയ്യ. എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റൂ. നിങ്ങൾ തടഞ്ഞാലും നാളെ ഞാൻ ഇവിടെ വന്ന് ഇയാളുടെ സീറ്റിലിരിക്കും. അതെ, നിങ്ങൾ എന്നെ ഇവിടുന്ന് അപമാനിച്ചിറക്കി വിട്ടപ്പോ ഒന്നും പറയാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ. എനിക്കിവിടെ യാതൊരു അവകാശവും ഇല്ലെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാ. പക്ഷേ വിമലയെ ഒരു കാര്യത്തിനും ഇവിടെ തടയാനും ഇറക്കി വിടാനും നിങ്ങൾ മുതിർന്നേക്കരുത്. അങ്ങനെ ചെയ്താ കളി മാറും, പറഞ്ഞേക്കാം. അത് പറയാൻ നീ ആരാടാ? ഒരിക്കൽ നിന്നോട് ഞാൻ പറഞ്ഞു സ്വന്തം ബന്ധമൊക്കെ വീട്ടിൽ മാത്രം മതിയെന്ന്. ഇവളെയും വിളിച്ചോണ്ട് വന്നിട്ട് വരട്ടി കാര്യം നേടാന്ന് കരുതിയോ നീ? വന്ന വാതിൽ അവിടെ തുറന്നു കിടക്കുക. ഉടൻ സ്ഥലം വിട്ടോ രണ്ടെണ്ണം. ജോലിയുടെ കാര്യത്തിൽ തീരുമാനമാവാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. ഇറക്കി വിടാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. നിന്നോടൊന്നും തർക്കിക്കാനും മൽപ്പിടുത്തത്തിനും ഞാനില്ല. എന്റെ പെങ്ങന്മാർക്ക് ജോലി കൊടുക്കാനല്ല ഞാൻ ഈ കട നടത്തുന്നത്. ഇക്കാര്യത്തിൽ ഇനി ഒരു സംസാരമില്ല. നീ ഇവിടെ പായ വിരിച്ച് സത്യാഗ്രഹം കിടന്നാൽ പോലും നീ ഇവിടെ കിടക്കത്തേ ഉള്ളൂ, കേട്ടോ?